വേട്ടക്കാർക്കൊപ്പമാണോ കേരള സർക്കാർ? പലർക്കും ഇപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു നല്ല സർക്കാർ ഇരകൾക്കൊപ്പം നിൽക്കുകയും ഇരകൾക്കുള്ള സംരക്ഷണം നൽകുകയും ഇരകൾ ഉണ്ടാകാതെ നോക്കുകയൊക്കെയാണ് ഒരു നല്ല സർക്കാരിൻ്റെ ലക്ഷണങ്ങൾ. പക്ഷേ കേരളത്തിലിപ്പോൾ വേട്ടക്കാർക്കൊപ്പമുള്ളൊരു സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളൊരു സംശയം ബലപ്പെട്ടു വരുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 17 കാസർഗോഡ് പെരിയയിലെ കൃപേഷും ശരത്ലാലിനെയും വളരെ ക്രൂരമായിട്ട് വെട്ടിക്കൊന്നതിൻ്റെ ഒരു വാർഷികം പോലെ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ അതിൻ്റെ ഒരു അനുസ്മരണം നടത്തി. ആ അനുസ്മരണം നമ്മളോട് പറയുന്നത് ഈ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊന്നത് CPM-ൻ്റെ, അതായത് ഇപ്പോൾ ഭരണകക്ഷിയിലെ ആൾക്കാരാണ്. 2019 ഈ CPM തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ ആ പാർട്ടി ഭരിക്കുന്ന സമയത്ത് ആ പാർട്ടിയുടെ 2 പ്രാവശ്യം MLA ആയിരുന്ന ആൾ അത്ര നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് ഒരു കൊലപാതകം 2 ചെറുപ്പക്കാരായ ആൾക്കാരെ നടത്തി എന്നുള്ളത് തീർച്ചയായിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്വമൊക്കെ മറന്ന് ആണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളത് ഒന്ന്. 2, ആ കേസിൽ കേരള സർക്കാർ ഈ പ്രതികൾക്കൊപ്പം പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി നന്നായിട്ട് അന്വേഷണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ ഇവിടുത്തെ നികുതിദായകരുടെ പൈസ ചെലവഴിച്ച് പോയി എന്നുള്ളതും വേട്ടക്കാർക്കൊപ്പമാണ് കേരള സർക്കാർ എന്നുള്ളത് അടിവരയിട്ട് പറഞ്ഞ ഒരു സംഭവമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ 2023 നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച് ഒരു ചെടിച്ചട്ടി കൊണ്ട് വേറൊരു ആളുടെ തലയ്ക്കടിച്ച് അയാളെ പരിക്കേൽപ്പിക്കാൻ നോക്കുമ്പോൾ ആ ഗുണ്ടാകളെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ കാണുന്നു. അതായത് ഗുണ്ടായുസത്തെ ന്യായീകരിക്കുന്ന, ഗുണ്ടായുസത്തെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായി. അപ്പോൾ വേട്ടക്കാർക്കൊപ്പമാണ് ഈ സർക്കാരും ഈ മുഖ്യമന്ത്രിയുമെന്ന് അന്ന് അവിടെ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അടുത്തത്, കേരളത്തിലെ ജയിലുകളിൽ പല പല കൊലപാതകങ്ങളിലും മറ്റും പെട്ടുകിടക്കുന്ന പല പ്രതികൾക്കും സഹായകരമായിട്ടുള്ള നിലപാടുകളും അവരെ സന്ദർശിക്കുകയും അവർക്ക് പരോള് വഴിവിട്ട് കൊടുക്കുകയും സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പുതിയ ഈ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ വെട്ടിക്കൊലയ്ക്കും മറ്റു കൊലപാതകങ്ങൾക്കുമൊക്കെ ആയിട്ട് ജയിലിൽ കിടക്കുന്നവർ തീർച്ചയായിട്ടും അവർ ഇരകളല്ലല്ലോ, അവർ വേട്ടക്കാരാണ്. അപ്പോൾ വേട്ടക്കാർക്കൊപ്പമുള്ളൊരു സർക്കാരല്ലേ ഇവിടെ ഉള്ളത്. അടുത്തൊരു കാര്യം, വേറൊരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും ആൾക്കാരെയും ഒക്കെ തട്ടിക്കൊണ്ടുപോയി അവരെ ആക്രമിക്കുകയും അവരെ കൊല്ലുകയും ഒക്കെ ചെയ്ത ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് പിന്തുണ നൽകുന്ന ഒരു സർക്കാരല്ലേ ഇവിടെയുള്ളത്, അവരെ നയിക്കുന്നൊരു CPM എന്ന പാർട്ടിയല്ലേ ഇവിടെയുള്ളത് എന്ന് നമ്മൾ വളരെ ഒരു 1.5 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹമാസിനെ പിന്തുണയ്ക്കുന്ന, ഹമാസ് ഭീകരരെ പിന്തുണയ്ക്കുന്ന, അക്രമം നടത്തിയ ഒരു ഭീകര സംഘടനയെ പിന്തുണയ്ക്കുന്ന ഒരു സംവിധാനമല്ലേ ഇവിടെയുള്ളത്. അപ്പോൾ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളാണോ ഇന്ന് കേരളത്തിൽ ഇത്രയും അനിശ്ചിതാവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവിടെ പിറവത്തിനടുത്ത് ഒരു മോഷണം നടന്നു. ആ മോഷണം നടന്ന ആൾക്കാരെ ആ സമയം മുതൽ അവിടുത്തെ ചില ആൾക്കാർ എന്നോട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ആ മോഷണം നടന്നതിന് ശേഷം ഇന്ന് ആ വീട്ടിലെ അപ്പനും അമ്മയ്ക്കും അവിടെ കിടന്നുറങ്ങാൻ പേടിയാണ്. കാരണം ഇവിടുത്തെ ഈ വാതിലും ജനലും ഇതെല്ലാം അടച്ചു കഴിഞ്ഞാൽ ഇതിനൊരു സുരക്ഷിതത്വം ഇല്ലല്ലോ. വീടിന് വാതിലും ജനലും കൊണ്ടും ഒരു സുരക്ഷിതത്വമില്ല, പൂട്ടിയത് കൊണ്ട് സുരക്ഷിതത്വമില്ല, അലമാരി പൂട്ടിയത് കൊണ്ട് സുരക്ഷിതത്വമില്ല, ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നുള്ള ഒരു പേടിയിൽ കഴിയേണ്ട അവസ്ഥ ആ വീട്ടിലുള്ളവർക്ക് വന്നിരിക്കുന്നു. അപ്പോൾ പിറവം പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു വീട്ടിലെ അപ്പനും അമ്മയ്ക്കും ഇവിടെ സുരക്ഷിതത്വമില്ല, വാതിലടച്ചുകൊണ്ട് കാര്യമില്ല, ജനലടച്ചതുകൊണ്ട് കാര്യമില്ല, അലമാരിൽ എന്തെങ്കിലും പൂട്ടി വെച്ചതുകൊണ്ടും കാര്യമില്ല. ഇവിടെ ആർക്കും ഏത് സമയത്തും വന്ന് ഇവിടെ കയറി എന്തും ചെയ്യാമെന്നുള്ളൊരവസ്ഥയാണ് എന്നുള്ളത് നാട്ടിൽ ഒക്കെ ഒരു ഭീതി ജനിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ആ ഒരു വാർത്ത കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇത്രയും കാലമായിട്ടും ഈ നാട്ടിലെ മനുഷ്യരൊക്കെ വീട്ടിൽ സ്വർണം വെക്കരുത്, അതുപോലെ വീട്ടിൽ പണം വെക്കരുത് എന്നുള്ളതൊക്കെ ഇപ്പോഴും അറിയാതെ എന്തുകൊണ്ടാണ് എങ്ങനെ ചെയ്യുന്നത്. അതുപോലെ വീടിൻ്റെ പുറത്തൊന്നും വാക്കത്തി വെക്കാൻ പാടില്ല, കമ്പിപ്പാര വെക്കാൻ പാടില്ല, വീട്ടിൻ്റെ പുറത്ത് ഈ പവർ പ്ലഗ് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു കള്ളന്മാർക്ക് സഹായകരമായിട്ടുള്ളൊരു കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് CCTV ആണെങ്കിൽ അവർക്ക് മറയ്ക്കാനോ അല്ലെങ്കിൽ എത്തിപ്പിടിച്ച് നശിപ്പിക്കാനോ പറ്റാത്തടത്ത് വേണം വെക്കാൻ, കാണാൻ പറ്റാത്തത് വെക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെ ആൾക്കാർക്ക് ഇത്രയും ഇപ്പോഴും അറിവില്ലേ എന്നൊക്കെ തോന്നിയെങ്കിലും പിന്നീട് മനസ്സിലാക്കി, പോലീസിനെ വിളിച്ചിട്ട് 7 മിനിറ്റ് കൊണ്ട് ആ വീട്ടിലേക്ക് എത്താവുന്ന പോലീസ് എത്തിയത് 40 മിനിറ്റ് താമസിച്ചാണ്.
അപ്പോൾ റെസ്പോൺസ് ടൈം എന്ന് പറയും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടേതായ സമയത്ത് എത്തുന്നു. അവർ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു വലിയൊരു ഫാഷനാണ്, എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിരിക്കുന്നു അന്വേഷിക്കാൻ വേണ്ടി. സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കുന്നത് വെച്ചാൽ അവിടുത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും, DYSPയും CA ഒക്കെ. സാധാരണ അവർ ഈ ക്രൈം അല്ലെ മോഷണം തടയേണ്ട, പ്രിവെൻറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരെ തന്നെ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ സ്പെഷ്യൽ ടീം എന്നും പറഞ്ഞ് മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടി, ഒരു ഫാഷൻ അടുത്ത കാലത്ത് കുറേ ഉണ്ട്. എന്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു അന്വേഷിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാടകങ്ങൾ. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഇവിടെ ഒരു ജനങ്ങൾക്ക് ഭീതി മാറുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അടുത്തയിടെ ചാലക്കുടിയിൽ എനിക്കൊരു പൈസ കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ അടുത്ത ബാങ്കിൽ പോയി തട്ടിപ്പറിച്ച് അല്ലെങ്കിൽ മോഷ്ടിച്ച് കൊണ്ടുപോകാം എന്നുള്ള ഒരു ലാഘവത്വം ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടായിരിക്കുന്നു. കാരണം ഇവിടുത്തെ സർക്കാർ വേട്ടക്കാർക്കൊപ്പം ആയപ്പോഴത്തേന് എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ടെങ്കിൽ അടുത്ത ബാങ്കിൽ പോയി അവിടുത്തെ കത്തി കാണിച്ചോ അല്ലെ പേടിപ്പിച്ചോ ആവശ്യമുള്ള പൈസ കൈക്കലാക്കി കൊണ്ടുപോകാം. അത് പകലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ മോഷണം ഒന്ന് രാത്രി ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഏത് സമയത്തും പൈസ ആവശ്യമുണ്ടെങ്കിൽ അടുത്ത ബാങ്കിൽ പോയി ഭീഷണിപ്പെടുത്തി പൈസയും തട്ടിക്കൊണ്ട് പോകാം എന്നുള്ളൊരവസ്ഥ കേരളത്തിലുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച ചാലക്കുടിയിൽ നമ്മൾ കണ്ടു. ഭാഗ്യത്തിന് ആ മനുഷ്യനെ പിടിച്ചത് കൊണ്ടാണ് ഈ കഥയൊക്കെ നമ്മൾ അറിഞ്ഞത്. പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്തിനാ മോഷ്ടിച്ചത്? ഇത്ര ലാഘവത്തോടെ മനുഷ്യർ ചിന്തിച്ചു തുടങ്ങി. കേരളത്തിൽ എന്തുമാകാം, ഇവിടെ ഒരു നാദിനില്ല കളരിയാണ്, ഇവിടെ ഒരു ഭരണമില്ല, ജനങ്ങൾക്ക് സുരക്ഷിതത്വമില്ല, ഒരു ബാങ്കിന് സുരക്ഷിതത്വമില്ല, വീട്ടിൽ കിടന്നുറങ്ങാൻ സുരക്ഷിതത്വമില്ല എന്നുള്ളൊരു അവസ്ഥയാണ് കേരളത്തിൽ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായതിൻ്റെ ഒരു അവസ്ഥയല്ലേ ഇതെല്ലാം. കള്ളന്മാർക്ക് മനസ്സിലായി, സാധാരണ ഒരു നാട്ടുകാർക്ക് വരെ പൈസ ഉണ്ടെങ്കിൽ ബാങ്കിൽ പോയി മോഷ്ടിക്കാമെന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുന്നു. ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതിനൊക്കെ പണ്ട് നമ്മളുടെ പരിശീലന സമയത്തൊക്കെ പറയാറുണ്ട്, ഒരു വീടും അടച്ചുറപ്പും വാതിലും ഒക്കെ ഒരു ജെൻറ്റിൽമാൻ്റെ പ്രവേശനത്തിനുള്ള ഒരു തടസ്സം മാത്രമാണ്. ഒരു ഗേറ്റ് നമ്മൾ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു ജെൻറ്റിൽമാൻ അങ്ങോട്ട് കടക്കത്തില്ല. ഒരു വീട് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ജെൻറ്റിൽമാൻ അങ്ങോട്ട് കടക്കത്തില്ല. പക്ഷേ അത് ഇന്ന് കേരളത്തിലെ ജെൻറ്റിൽമാൻ അല്ലെ മാന്യന്മാർ അവരുടെ എണ്ണം കുറഞ്ഞു വന്നിരിക്കുന്നു. പകരം ഇവിടെ തസ്കരരും ഭീകരരും തട്ടിപ്പുകാരും അതുപോലെ ഗുണ്ടകളും കൂടി വരുന്നൊരു നാടായിട്ട് കേരളം മാറിയിരിക്കുന്നു. ഒരേ ഒരു കാരണം, ഈ വേട്ടക്കാർക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഇന്നുമുണ്ട് എന്നുള്ളതുകൊണ്ട്.